വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് വഴക്ക് പറയുകയാണ് സുസ്മിത. മാതേ നിർത്ത, നിന്റെ ഈ കാളരാഗം. വയ്യാതെ കിടക്കുമ്പോൾ പോലും നീ എനിക്ക് സ്വസ്ഥത തരില്ല അല്ലേ? വേറെ ഒരു രീതിയിലും കൊല്ലാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയായിരിക്കും നീ എന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം റൂമിന് പുറത്തേക്ക് വന്ന സത്യഭാമയോട് സുസ്മിത പറയുകയാണ്, ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ രാത്രി ഇവളെന്റെ ട്രിപ്പ് ബോട്ടിൽ വിഷം കലർത്താനായിട്ട് നോക്കി. ഇന്നിപ്പോൾ കണ്ടില്ലേ, വിഷപ്പുക അടിച്ചു കയറ്റുന്നു എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, മതി, വിശദീകരണമൊന്നും വേണ്ട. സുസ്മിതയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവിടേക്ക് വന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, ഇങ്ങനെ അപ്സെറ്റ് ആവാൻ വേണ്ടി മാത്രം എന്ത് കുറ്റമാണ് ശാലിനി ചെയ്തത്? ഒരു വീടിനെ സുഗന്ധം കൊണ്ടും സംഗീതം കൊണ്ടും നിറയ്ക്കുന്നത് ഒരു കുറ്റമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, സംഗീതമോ? കേട്ടിട്ട് പോലുമില്ലാത്ത എന്തൊരു കാളരാഗമാണ് ഈ കേട്ടത്. കേട്ടിട്ട് സഹിക്കുന്നില്ല എന്ന് സുസ്മിത പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അത് നിനക്ക് ഇത് സംഗീതം ആസ്വദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. അതിനുശേഷം ശാലിനി പാടിയ രാഗത്തെക്കുറിച്ച് പറയുകയാണ് രാഘവൻ നായർ. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് മുകളിൽ നിന്നും വിഷ്ണു. ശാലിനിയും സന്തോഷിക്കുന്നു. സ്വാതി തിരുനാൾ രചിച്ച് സുബലക്ഷ്മി മാഡം പാടിയ ഈ കീർത്തനം കേൾക്കാത്ത മലയാളികളില്ല എന്ന് ചുരുക്കമെന്ന് പറയുകയാണ് രാഘവൻ നായർ. പറഞ്ഞിട്ടെന്ത് കാര്യം, പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞ് സുസ്മിതയെ കളിയാക്കുകയാണ് രാഘവൻ നായർ. എന്ന് പറഞ്ഞാൽ അങ്കിൾ എന്താ ഉദ്ദേശിച്ചതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഞാൻ പൊതുവേ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അത് കേട്ട് അടക്കി പിടിച്ച് ചിരിക്കുകയാണ് പ്രീതിയും ശാലിനിയും മുകളിൽ നിന്ന് വിഷ്ണുവുമൊക്കെ. അതിനുശേഷം രാഘവൻ നായർ സുസ്മിതയെ കളിയാക്കി പറയുകയാണ്, നിന്ന് വിയർക്കാതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് സുസ്മിതയെ, ചെല്ല് ചെല്ല് എന്ന് സുസ്മിതയോട് പറയുകയാണ് രാഘവൻ നായർ. തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായ സുസ്മിത ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സത്യഭാമയും അകത്തേക്ക് തന്നെ പോകുന്നു. അതിനുശേഷം ശാലിനിയോട് രാഘവൻ നായർ പറയുകയാണ്, മോക്ക് ഇഷ്ടമുള്ളപ്പോൾ പാടിക്കോ. ഇന്നലെ മുതൽ മോൾ ഇവിടത്തെ മരുമകളാണ്. മരുമകളെന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ നിലവിളക്കാണ്. അത് തെളിഞ്ഞു നിന്ന് കത്തണം. മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ച് തലയാട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് ശാലിനി. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുപടിക്കിലേക്ക് എത്തുന്ന ഒരു യാചകൻ അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്, അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണേന്ന്. അന്നേരം പുറത്തേക്ക് വന്ന ശാലിനിയോട് ആ യാചകൻ പറയുകയാണ്, അമ്മ വല്ലതും ധർമ്മം തരണേ, വല്ലാത്ത വിശപ്പ്. ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ഒരു മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോൾ വരാം. ശാലിനിയുടെ വാക്കുകൾ കേട്ട് തിണ്ണയിലേക്ക് ഇരിക്കുകയാണ് ആ യാചകൻ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരുന്നു സുസ്മിത. ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് സുസ്മിത പറയുകയാണ്, എഴുന്നേൽക്കടാ, എഴുന്നേൽക്കാൻ. പാവം പേടിച്ച് എഴുന്നേൽക്കുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, നീ ആരാ, എന്തിനായി വരാന്തയിൽ വന്ന് ഇരിക്കുന്നത്? അന്നേരം അയാൾ പറയുകയാണ്, ഒരു ഭിക്ഷക്കാരൻ ആണമ്മ, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതെ ഒന്നിരുന്നു പോയതാണ്. അമ്മയും കുമ്മയും ഒന്ന് ഇറങ്ങിപ്പോടോ പുറത്ത്, ഇറങ്ങിപ്പോകാനെന്ന് സുസ്മിത പറയുമ്പോൾ വീണ്ടും അയാൾ പറയുകയാണ്, വിശക്കുന്നമ്മ, എന്തേലും കഴിക്കാനോ വല്ല നാണയത്തൊട്ടോ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, അതിന് നിന്റെ അച്ഛൻ ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നോ ചോറും കാശുമൊക്കെ അങ്ങ് എടുത്തു തരാൻ. വീണ്ടും അയാളോട് ഇറങ്ങാൻ പറയുമ്പോൾ അയാൾ പറയുകയാണ്, പക്ഷെ വേറൊരമ്മ പറഞ്ഞല്ലോ എന്തെങ്കിലും തരാമെന്ന്. അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത പറയുകയാണ്, ഇവിടെ വേറെ അച്ഛനും അമ്മയുമൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഞാനാണ് ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ. താൻ ഇറങ്ങുന്നോ അതോ ഞാൻ ചൂലെടുക്കണോന്ന് ചോദിക്കുമ്പോൾ ആ ഭിക്ഷക്കാരൻ പറയുകയാണ്, അടിച്ചോടിക്കണ്ടമ്മ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുമ്പോൾ അയാൾക്കുള്ള ഭക്ഷണവുമായി പുറത്തേക്ക് വന്ന ശാലിനി പറയുകയാണ്, ഇയാളൊന്ന് നിന്നേ. ഭക്ഷണവുമായി പുറത്തേക്ക് വന്ന ശാലിനിയെ തടഞ്ഞിട്ട് സുസ്മിത ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ, നിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ ഇയാള്? വരുമ്പോഴേ ചോറും കറിയുമൊക്കെയായി സ്വീകരിക്കാൻ. അന്നേരം ശാലിനി പറയുകയാണ്, നിങ്ങളിത് അങ്ങോട്ടിരുന്ന് കഴിച്ചോ, ഞാനൊരു കുപ്പിയിൽ വെള്ളവുമായിട്ട് വരാം. പറ്റില്ല എന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും യാചകനോട് പറയുകയാണ്, തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ. വിശക്കുന്നമ്മ, അല്പം ആഹാരം കഴിച്ചിട്ടെന്ന് പറയുകയാണ് അയാൾ. അന്നേരം രാഘവൻ നായരെയും വീൽചെയറിൽ തള്ളിക്കൊണ്ടുവരികയാണ് പ്രീതി. അന്നേരം ശാലിനി പറയുകയാണ്, സുസ്മിതെ, ഇതെന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് അല്ല. വിശക്കുന്നവന് ആഹാരം നിഷേധിക്കരുത്. അതിലും വലിയ പാപം വേറെ ഇല്ലാന്ന് വേണം പറയാൻ. സുസ്മിത കളിയാക്കുകയാണ്, അതെ, ചായക്കടക്കാരിയുടെ വേദാന്തം. ഇവിടെ പിച്ചക്കാരും തെണ്ടികളുമൊക്കെ കയറി വരുമ്പോൾ തൂത്തു തുടച്ചിട്ട് ആഹാരം വിളമ്പിക്കൊടുത്ത് കാശ് വാങ്ങാൻ ഇത് നിന്റെ അമ്മ നടത്തുന്ന ഹോട്ടലല്ല. ഇത് സത്യഭാമയുടെ വീടാണ്, അത് നീ മറക്കരുതെന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, ഞാനത് മറക്കുന്നില്ല. എന്റെ അമ്മ ഹോട്ടൽ നടത്തുന്നതിൽ എനിക്കൊരു കുറവും തോന്നുന്നില്ല സുസ്മിതേ.
വിദേശത്ത് പോയി നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ കാശ് കൊണ്ട് പട്ടുസാരിയും ചുറ്റി ചായവും പൂശി നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്നേ ഈ ഞാൻ പറയൂ. ശാലിനിയുടെ സംസാരം കേട്ട് പുറകിൽ നിന്ന് ചിരിക്കുകയാണ് രാഘവൻ നായർ. എന്നിട്ട് ശാലിനി പറയുകയാണ്, തെരുവ് തെണ്ടികൾ മാത്രമല്ല വേറെ ചിലരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രമണൻപിള്ള പക്ഷേ അതിന്റെ കണക്ക് എഴുതി വയ്ക്കാത്തത് കൊണ്ടാണ്. അന്നേരം ശാലിനിക്ക് നേരെ വില ചൂണ്ടി സുസ്മിത ചോദിക്കുകയാണ്, എടി നീ അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? എന്നെ മാത്രമെന്ന് പറയുമ്പോൾ കളിയാക്കി ശാലിനി പറയുകയാണ്, അയ്യോ സുസ്മിതയെ ഞാൻ കളിയാക്കാനോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമ്മള്. ഞാൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. സത്യാമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വന്തം മോളല്ലേ സുസ്മിത? UK-യിലെ കോടീശ്വരന്റെ പുത്രി. നമ്മൾ വെറും ചായക്കടക്കാരിയുടെ മോള് മാത്രം. അന്നേരം രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് സുസ്മിത പറയുകയാണ്, കണ്ടോങ്കിളെ, ഞാൻ എന്ത് ചെയ്താലും അതിനെതിര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശാലിനി. പിന്നെ ഞാൻ എങ്ങനെ എവിടെ നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അല്ല സുസ്മിതെ, ഈ കാര്യത്തിൽ ശാലിനി ചെയ്തത് തന്നെയാണ് ശരി. വിശക്കുന്നവന് ആഹാരമാണ് എപ്പോഴും ദൈവം. അത് നിഷേധിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ നിൽക്കണോ വേണമോ എന്നുള്ളത് സുസ്മിതയുടെ ഇഷ്ടം മാത്രമാണ്. ഞാൻ അതിന് ഒരഭിപ്രായവും പറയില്ല. നീ അത് ഫാമയോട് ചോദിച്ചാൽ മാത്രം മതി. അതിനുശേഷം ശാലിനി ആ ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് ശാലിനി കൊണ്ടുവന്ന ഭക്ഷണം ഇട്ടുകൊടുക്കുകയാണ്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് അയാൾ. അത് കണ്ട് സന്തോഷിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയുമൊക്കെ. ദേഷ്യത്തോടെ തന്നെ സുസ്മിത നിൽക്കുന്നു അന്നേരവും. അയാൾ ഭക്ഷണം കഴിക്കുന്നത് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ പ്രീതി പറയുകയാണ്, സുസ്മിത അവിടെ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. എന്താന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, ഇതിനൊരു മഹാസംഭവമായിട്ട് അമ്മയുടെ മുൻപിൽ അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പാവങ്ങളെ സഹായിക്കണം എന്ന പക്ഷക്കാരിയാണ് അമ്മയും. വെറുതെ അമ്മയുടെ മനസ്സിൽ കൂടി സുസ്മിതയോട് വെറുപ്പുണ്ടാക്കണ്ട എന്ന് ചുരുക്കം. സുസ്മിത പറയുകയാണ്, അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പണ്ട് മുതലേ ആ ചായക്കടക്കാരിയുടെ പക്ഷത്തല്ലേ നിങ്ങളെല്ലാവരും. അട്ടയ്ക്ക് പൊട്ടക്കുളമേ ചേരൂ, ഞാനതങ്ങ് മറന്നു എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം പ്രീതി പറയുകയാണ്, സോറി, പഴഞ്ചൊല്ല് മാറിപ്പോയി സുസ്മിതേ, പക്ഷെ ഞാനത് പറയുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ ശാലിനിയുടെ പക്ഷത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം അവളുടെ പക്ഷത്ത് ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുകയാണ് പ്രീതി. ഇവിടെ അസത്യവും അധർമ്മവും ഒരാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് നീയാണ്, നീ മാത്രം എന്ന് പറയുകയാണ് പ്രീതി. അത്രയും പറഞ്ഞ് പ്രീതി പോകുമ്പോൾ സുസ്മിത പറയുകയാണ്, ഇത്രയും വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് നീ അങ്ങ് പൊയ്ക്കോ. പക്ഷെ ഒരു ഉറക്കം കൊണ്ട് മാത്രം നേരം വെളുക്കാൻ പോകുന്നില്ല പ്രീതി. നിങ്ങളെല്ലാവരും ശാലിനിയുടെ പക്ഷത്താണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് സുസ്മിത ഇനി ചെയ്യാൻ പോകുന്നത് അസത്യവും അധർമ്മവും മാത്രമാണ്. നിങ്ങൾ കണ്ടോ? തിരികെ അടുക്കളയിലേക്ക് എത്തിയ ശാലിനിയോട് സംസാരിക്കുകയാണ് പൊന്നി. ആ സുസ്മിത ഉടക്കാൻ വന്നല്ലേ? ആ ഭിക്ഷക്കാരൻ പോയോന്ന് ചോദിക്കുകയാണ് ശാലിനിയോട്. ശാലിനി പറയുകയാണ്, ഇല്ല, ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ. വെടക്ക് സ്വഭാവമാണ് അതിൻ്റേത്. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയുകയാണ് പൊന്നി. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നേ. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത അസുഖമൊന്നും ഇല്ലല്ലോ ലോകത്ത് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ശാലിനി. പിന്നീട് ശാലിനി പൊന്നിയോട് ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം പൊന്നി പറയുകയാണ്, കുഞ്ഞൊന്നും ചെയ്യാനില്ല, ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയായി, ഇനി പപ്പടം കാച്ചാനും കൂടിയേ ഉള്ളൂ. അന്നേരം ശാലിനി പറയുകയാണ്, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇനി മുതൽ ഈ അടുക്കള പൊന്നിക്ക് മാത്രമായിട്ട് ഞാൻ വിട്ടുതരില്ല. രാവിലെ കുളിച്ച് എന്നും ഞാനിവിടെ ഹാജരുണ്ടാവും. പണികളൊക്കെ ഞാൻ ചെയ്യുമെങ്കിലും കിച്ചണിലെ സൂപ്പർവൈസർ പൊന്നി തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം പൊന്നി പറയുകയാണ്, എന്തോന്ന് സൂപ്പർവൈസർ? കുഞ്ഞിന്റെയും അമ്മയുടെയും കൈപുണ്യത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനിയുടെ അടുത്ത് നിന്ന് എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ എന്ന് പറയുകയാണ് പൊന്നി. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയും ശ്യാമയും കൂടി ഓട്ടോയിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മുറ്റത്തേക്ക് എടുത്തു വെക്കുകയാണ് ശാരദാമ്മ. അകത്ത് കയറാതെ മടിച്ചു നിൽക്കുന്ന ശാരദാമ്മയോട് ശ്യാമ ചോദിക്കുകയാണ്, എന്താ അമ്മയെ കയറുന്നില്ലേ? അന്നേരം അകത്തേക്കൊക്കെ നോക്കിയിട്ട് ശാരദാമ്മ പറയുകയാണ്, അത് മോളെ, മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നത് സത്യഭാമയോട് പണം കടം ചോദിച്ചുകൊണ്ടാണ്. ശ്യാമ പറയുകയാണ്, അതിനെന്താ? ഇപ്പോ ഈ വീട്ടിലെ മരുമോളല്ലേ കുഞ്ഞേച്ചി, നമ്മൾ ഇവിടത്തെ ബന്ധുക്കളും. അന്നേരം ശാരദാമ്മ പറയുകയാണ്, എന്നാലും നമ്മൾ നമ്മളുടെ നിലയും വിലയും ഒക്കെ അറിഞ്ഞേ നിൽക്കാവൂ. ബന്ധുക്കളാണെന്ന് കരുതി മതിമറന്നുള്ള പെരുമാറ്റമൊന്നും വേണ്ട. ഓർമ്മയുണ്ടല്ലോ നിനക്ക് എന്ന് ശ്യാമയോട് പറയുകയാണ് ശാരദാമ്മ. ഒക്കെ ഓർമ്മയുണ്ടമ്മേ, അമ്മ വാന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുമെന്ന് പറയുകയാണ് ശാരദാമ്മ. ശാരദാമ്മയും ശ്യാമയും അകത്തേക്ക് കടക്കുമ്പോൾ ഹാളിൽ തന്നെ രാഘവൻ നായരും സത്യഭാമയും ഇരിപ്പുണ്ടായിരുന്നു. അകത്തേക്ക് കിടന്ന ശാരദാമ്മ നമസ്കാരമെന്ന് പറയുമ്പോൾ ഒന്ന് നോക്കുകയാണ് സത്യഭാമ. ശാരദാമ്മയും ശ്യാമയും കണ്ട് സന്തോഷിച്ച് രാഘവൻ നായർ പറയുകയാണ്, അല്ല, ഇത് ആരൊക്കെയാ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരൂ വരൂ എന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം റൂമിൽ നിന്നും സുസ്മിതയും പുറത്തേക്ക് ഇറങ്ങുകയാണ്.
പക്ഷെ അവരെ മൈൻഡ് ചെയ്യാതെ തന്നെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് സത്യഭാമ. ഇങ്ങോട്ടിരിക്കണം, ഇരിക്കുമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. നമ്മൾ ബന്ധുക്കൾ തമ്മിൽ എന്തിനാ ഉപചാരമൊക്കെ എന്ന് പറയുമ്പോൾ, വേണ്ട സാർ, കുഴപ്പമില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ. അതിനുശേഷം പൊന്നിയോട് ചായ എടുക്കാൻ പറഞ്ഞിട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, ചായ ആവാമല്ലോ അല്ലേ, അല്ലാതെ ജ്യൂസോ മറ്റോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അയ്യോ അതൊന്നും വേണ്ട, ചായ മതിയെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, പൊന്നിയോട് പറയുകയാണ്, ആ പൊന്നി, ഇവർ ചായ കുടിച്ചു കഴിഞ്ഞാലേ ആ ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് വേണം കഴുകി വെക്കാൻ. അത് കേട്ട് ദേഷ്യപ്പെട്ട് സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ രാഘവൻ നായർ സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അല്ലെങ്കിലേ ഗ്ലാസ്സൊക്കെ വൃത്തിയായിട്ട് കഴുകി വെക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനിവിടെ സത്യഭാമയുണ്ട്, നീ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യണമെന്നില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് സുസ്മിതയോട് പറയുകയാണ് രാഘവൻ നായർ. അന്നേരവും സത്യഭാമ നോക്കാതെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അതേസമയം മുകളിൽ നിന്ന് ശാലിനി സത്യഭാമയും ശ്യാമയും കാണുകയാണ്. മുകളിൽ നിന്ന് തന്നെ സന്തോഷത്തോടുകൂടി അമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി. ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ശാലിനി. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് പ്രീതിയും. അവരെ കണ്ട സന്തോഷത്തിൽ, നിൽക്കമ്മേ, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടുകയാണ് ശാലിനി. അന്നേരം ചായയുമായി പൊന്നി വരികയാണ്. ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് പൊന്നിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ് ശാലിനി. രാഘവൻ നായർക്കും സത്യഭാമയ്ക്കും ചായ കൊടുക്കുകയാണ് ശാലിനി. ഇതൊക്കെ കണ്ട് സുസ്മിത പറയുകയാണ്, എന്താ ഒരു ഉത്സാഹം, ആരാന്റെ പന്തലിൽ എന്റെ വിളമ്പ് കണ്ടോ എന്നതുപോലെയാണല്ലോ ഈ കാണിക്കുന്നതൊക്കെ. അന്നേരം രാഘവൻ നായർ ഭാമയോട് ചോദിക്കുകയാണ്, എന്താ ഭാമ ഇവിളി കിടന്ന് പറയുന്നത്, പന്തൽ ആരുടേതാണെന്ന് എല്ലാവർക്കും ഓർമ്മ വേണം. അത് മനസ്സിലാക്കിയുള്ള സംസാരം മതി ഈ പൊതുസദസ്സിൽ. ഇത് കേട്ട് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇയാൾക്ക് നടുനിവർത്തി നേരെ നിൽക്കാൻ പറ്റാത്തത് നല്ലതായി, അല്ലെങ്കിൽ എന്താവുമായിരുന്നു കഥ. അന്നേരം ശാലിനി ശാരദാമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മേ ശാരിയേച്ചിയെ കൂടി കൊണ്ടുവരാതിരുന്നത്, അവളും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം കളിയാക്കി സുസ്മിത ചോദിക്കുകയാണ്, പിന്നെ കോടികളുടെ കച്ചവടം നടക്കുന്ന മോളല്ലേ അത്, പൂട്ടിയിട്ടാൽ ഭീകര നഷ്ടമാവും, ലക്ഷങ്ങളുടെ ലോസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, മതി, കുറെ നേരമായല്ലോ ഇത്, കോടികളുടെ കച്ചവടമൊന്നും നടക്കുന്നില്ല എങ്കിലും ഞങ്ങൾ കുറെ പേരുടെ ജീവിതം നടക്കുന്നത് അതിലൂടെ തന്നെയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. അത് കേട്ട് രാഘവൻ നായർ പറയുകയാണ്, അത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. എന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടായിട്ട് തന്നെയാണോ ശാരദാമ്മയെ വന്നത്, നിങ്ങളെന്താ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അല്ല, നാട്ടുനടപ്പനുസരിച്ച് അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ സാറേ, അതിനുവേണ്ടി വന്നതാണ്. കുറച്ച് മധുരം കൊണ്ട് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും. അന്നേരം ചിരിച്ച് രാഘവൻ നായർ പറയുകയാണ്, ആ അത് ശരിയാണല്ലോ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ശാരദാമ്മ പറയുകയാണ്, നേന്ത്രക്കുലയും കുറച്ച് പച്ചക്കറികളുമൊക്കെ കൊണ്ടുവന്ന് വരാന്തയിൽ വച്ചിട്ടുണ്ട്. നന്നായി എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പൊന്നിയോട് പറയുകയാണ്, പൊന്നി, അതൊക്കെ എടുത്ത് അകത്തേക്ക് വച്ചോളൂ. ശരി സാറെന്ന് പറഞ്ഞ് അതൊക്കെ എടുക്കാനായി പുറത്തേക്ക് പോകുന്നതാണ് പൊന്നി. ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സത്യഭാമയോട് രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, ആ മധുര പലഹാരങ്ങളൊക്കെ സ്വീകരിക്കുക, എണീക്ക് നീ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാതെ രാഘവൻ നായരുടെ നിർബന്ധപ്രകാരം എഴുന്നേൽക്കുകയാണ് സത്യഭാമ. ഇഷ്ടമില്ലാതെ തന്നെ ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് സത്യഭാമ. ശാരദാമ്മ പറയുകയാണ്, നമ്മുടെ കുട്ടികളുടെ കല്യാണം എന്തായാലും കഴിഞ്ഞു, കുറച്ച് മധുര പലഹാരങ്ങളാണ്, സ്വീകരിക്കണം. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അത് ക്ഷമിക്കണം. എൻ്റെ മകൾ ശാലിനിയെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ കണ്ട് ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് പൊതി സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ് ശാരദാമ്മ. അന്നേരം സത്യഭാമ ഇടത് കൈകൊണ്ട് അത് വാങ്ങി മേശപ്പുറത്തേക്കങ്ങ് ഇടുകയാണ്. സത്യഭാമയുടെ ഈ പ്രവൃത്തിയിൽ സന്തോഷിക്കുകയാണ് സുസ്മിത. പക്ഷേ ചെറിയൊരു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാഘവൻ നായർ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.